നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത, കപ്പേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത മുറ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഉള്ള സപ്പോർട്ടുകളോടൊക്കെ കൂടി തന്നെയാണ് നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സിനിമ കുറ്റകൃത്യങ്ങളുടേതായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. കുറച്ച് യുവാക്കൾ, ടീനേജ് പിള്ളേർ ഗുണ്ട പണിക്ക് ഇറങ്ങിത്തിരിക്കുന്നതും അവർക്ക് വന്നുപെടുന്ന അപജയങ്ങളും വിപര്യങ്ങളുമാണ് ഈ സിനിമ ആവിഷ്കരിക്കുന്നത്. ഇവരെ ആദ്യം അറസ്റ്റ് ചെയ്യുന്ന ഒരു പോലീസുകാരൻ, ഒരു CI, സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് അവരുടെ അമ്മമാരോട്, അവരുടെ മനാഫ് എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവിനോട് പറയുന്നുണ്ട്. അതായത് ഒന്നുകിൽ ഇവർ ആരുടെയെങ്കിലുമൊക്കെ പിച്ചാത്തി പിടിച്ച് തീരും, അല്ലെങ്കിൽ ഇവർ ജയിലിൽ കിടന്ന് ജീവിതകാലം മുഴുവൻ നരകിക്കും എന്നുള്ള കാര്യം ഈ പോലീസ് ഇൻസ്പെക്ടർ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ 4 പേർ, ആ 4 യുവാക്കൾ, സജി, മനാഫ് തുടങ്ങിയ ആ 4 പേരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയത്താണ് അനിയേട്ടൻ എന്ന അനി, പഴയൊരു ഗുണ്ട നേതാവാണ്, സുരാജ് വെഞ്ഞാറമൂടാണ് അനി എന്ന ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അനി വരുന്നു. രമചേച്ചിയായിട്ട്, ഇവരുടെയൊക്കെ തലൈവി എന്ന് പറയാൻ പാകത്തിന് രമചേച്ചിയായിട്ട് മാലാപാർവതി എത്തുന്നു. ഈ മാലാപാർവതിക്ക് വേണ്ടിയാണ് ഇയാൾ ഈ ഗുണ്ടാപ്പണികളൊക്കെ ചെയ്യുന്നത്, ഈ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുന്നത്. അവർ തങ്ങളിനി ഈ ഇത്തരമൊരു മേഖലയിലേക്കില്ല, എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ തങ്ങളുടെ അമ്മമാർക്കും അച്ഛനും ഫാദറിനും ഒക്കെ കൊടുത്തതിന് ശേഷം അവർ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു വലിയ ഒരു അസൈൻമെൻറ്റ് രമ ഇയാൾക്ക്, ഈ അനിയണ്ണന് കൊടുക്കുന്നത്. തിരുവനന്തപുരം ഭാഷയാണ് ഈ സിനിമയിൽ ഭൂരിഭാഗവും ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. തിരുവനന്തപുരം ഭാഷ, ഏത് ഭാഷ ഉപയോഗിക്കുന്നു? നമ്മൾ വള്ളുവനാടൻ ഭാഷയാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയംകാരുടെ ഭാഷ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. തിരുവനന്തപുരം ഭാഷ കേൾപ്പിച്ചു എന്ന് കരുതിയൊന്നും ഒരു കുഴപ്പമില്ല, ആ സ്ലാങ് വന്നു എന്ന് കരുതിയൊന്നും ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ സിനിമ നമ്മളെ ആദ്യമധ്യാന്തം രസിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. നമ്മളെ ആകാംക്ഷാപൂർവം ആ സംവിധായകൻ അല്ലെങ്കിൽ ആ തിരക്കഥാകൃത്ത് എഴുതി വച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിലേക്കും സന്ദർഭങ്ങളിലേക്കും ഒക്കെ നമ്മെ കൊണ്ടുപോകുന്നുണ്ടോ? ഈ ഫ്രെയിമുകളെല്ലാം വിട്ട് വേറൊരു ജീവിത പശ്ചാത്തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഒരു ആസ്വാദകനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതല്ലാതെ കുറേ ഗിമ്മിക്കുകൾ കാണിച്ചത് കൊണ്ടൊന്നും ആസ്വാദകനെ വലവീശി പിടിക്കാം എന്നൊന്നും ആരും കരുതണ്ട. ഇവിടെ ബാഹുബലി എന്ന സിനിമ വന്നു. നമുക്കറിയാവുന്നതുപോലെ ബാഹുബലിയിൽ എന്ത് ഗിമ്മിക്കാണുള്ളത്? സാധാരണ പോലെയുള്ള ഒരു സിനിമ തന്നെയായിരുന്നു അത്. വിസ്മയിപ്പിക്കുന്ന ക്യാമറ ചലനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ സിനിമ നമ്മെ വിസ്മയിപ്പിച്ചു. ഓരോ ഫ്രെയിമുകളും നമ്മെ വിസ്മയിപ്പിച്ചു ആ സിനിമയിൽ. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അതിഭയങ്കരമായ ഷോട്ടുകളുടെ ശവപ്പറമ്പായി പോകരുത് ഒരിക്കലും സിനിമ എന്ന് പറയുന്നത്. പുതിയ ആളുകൾ, അതായത് നവ സിനിമാക്കാർ എന്ന് പറയുമ്പോൾ ന്യൂ ജനറേഷൻ സിനിമാക്കാരുടെ സിനിമകളിൽ, ഭൂരിഭാഗവും പേരുടെ സിനിമകളിൽ അത് തന്നെയാണ് കാണുന്നത്. ഷോട്ടുകളുടെ ശവപ്പറമ്പായിട്ട് മാറുകയാണ് സിനിമ. ഈ സിനിമയിലും അവിടെ ഇവിടെയൊക്കെ തുടക്കത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും, അനാവശ്യമായ പാട്ടുകളൊക്കെ കയറി വന്ന് അലോരസപ്പെടുത്തി എങ്കിലും, അതൊരു സിനിമയുടെ ദൈർഘ്യം കൊണ്ടുപോകാൻ സംവിധായകൻ
ഉദ്ദേശിച്ച വിപണി തന്ത്രമായിരിക്കാം ഒരുപക്ഷെ അത്. എങ്കിലും അത്തരം വിപണി തന്ത്രങ്ങളൊന്നുമല്ല പ്രേക്ഷകരെ സംബന്ധിച്ച്, ആസ്വാദകരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ആ 2 മണിക്കൂർ സമയം ഒരു പുതിയ അല്ലെങ്കിൽ പഴയതായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. ഒരു കഥാപാത്രം മീശ പിരിച്ചു വെച്ച് കിഴക്കോട്ട് പോയിട്ട് വൈകുന്നേരമാകുമ്പോൾ മീശ താഴ്ത്തി വെച്ച് വന്നാലൊന്നും കഥാപാത്രമാവില്ല. വെറുതെ ഡയലോഗുകൾ പറഞ്ഞതുകൊണ്ട് മാത്രം കഥാപാത്രമാവില്ല. ആ കഥാപാത്രത്തിന് നിന്നുതിരിയാനുള്ള ഒരു ഇടം അവിടെ സാധ്യമാക്കണം. അത് സാധിച്ചു കൊടുക്കുന്നയാൾ തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെയാണ്. കഥാപാത്രങ്ങളായിട്ട് വരുന്ന അഭിനേതാക്കൾക്ക് അതിൽ പങ്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവരാണല്ലോ ആ കഥാപാത്രത്തെ ആവിഷ്കരിക്കേണ്ട ആളുകൾ. അപ്പോൾ അവരുടേതും കോൺട്രിബ്യൂഷൻസ് അവിടെ ഉണ്ട്. എന്തായാലും ഈ സിനിമയിൽ ഈ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തി അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാനിരുന്ന അവർക്ക് ആ 4 ആളുകൾക്ക്, 4 യുവാക്കൾക്ക് വേണ്ടി സുരാജ് വെഞ്ഞാറമൂടിൻ്റെ അനിയണ്ണൻ എന്ന ആ ഗുണ്ട, പഴയൊരു എക്സ് ഗുണ്ട, ആ നേതാവ് കാണിച്ചു കൊടുക്കുകയാണ്. തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറേയധികം കള്ളപ്പണം ഇരിക്കുന്നുണ്ട്, അത് നിങ്ങൾ എടുത്തുകൊണ്ട് വരണം, മോഷണം തന്നെ, അത് നിങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വരണം എന്ന് പറയുകയാണ്. അവർക്കാണെങ്കിൽ ആ കള്ളപ്പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, രമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവന്നത് വെളുപ്പിക്കുവാനും സാധിക്കുന്നില്ല. അപ്പോൾ ഇത് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇതൊരു കുറ്റകൃത്യമാണ്. കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ ഇതൊക്കെ പറഞ്ഞതാണ്. കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ കുറ്റകൃത്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ കുറ്റവാസനകളുണ്ട്. അതിനെ പ്രോജ്വലിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ സമൂഹത്തിലേക്ക് ഇത് കുറ്റകൃത്യത്തെ കാണിച്ചുകൊണ്ട് കുറ്റകൃത്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് അത് വരേണ്ടത്. അത് ഈ സിനിമയിൽ വരുത്തുവാനായിട്ട് സംവിധായകന് സാധിച്ചിട്ടുണ്ട്. കാരണം ഒന്നുകിൽ ഇയാൾ പിച്ചാത്തിപ്പിടിക്ക് തീരും, അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് അയാൾ നരയിക്കും. ഇതാണ് സംവിധായകൻ ആമുഖമായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞത്. അതുതന്നെയാണ് ഇവിടെ ഇവർ പോവുകയാണ്. ഈ 4 പേർ തമിഴ്നാട്ടിലുള്ള 2 പേരെയും കൂടെ ചേർത്ത് പോവുകയാണ്. അവരാണ് ആദ്യം ട്രൈ ചെയ്തത്. ഈ പണം എടുക്കാനായിട്ട് അവരാണ് ആദ്യം ട്രൈ ചെയ്തത്. അവർ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. പിന്നീട് ഇവർ ഈ 4 പേരും ഈ 2 തമിഴ് കുട്ടികളും ചേർന്ന് ഈ പണം അവിടെ നിന്ന് എടുക്കുകയാണ്. അതെല്ലാം ഒരു പുതുമ നിറഞ്ഞ രീതിയിൽ തന്നെയാണ് സംവിധായകൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. കാരണം ഇരുട്ടിനെ ഇരുട്ടായിട്ട് തന്നെ കാണിച്ചുകൊണ്ടാണ് സംവിധായകൻ പോകുന്നത്. അത്രയും ആ സമയം ഇരുട്ടിനെ ഇരുട്ടായിട്ടും ടോർച്ചിൻ്റെ വെട്ടം, വണ്ടിയുടെ വെട്ടമൊക്കെ വരുമ്പോൾ അത് വെട്ടമായിട്ടും ഒക്കെ കാണിച്ചുകൊണ്ടാണ് സംവിധായകൻ മുന്നോട്ട് പോകുന്നത്. അത് ആകാംക്ഷാഭരിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും ആകാംക്ഷാഭരിതമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ പണം എടുത്തതിന് ശേഷം, അനിയണ്ണനും രമചേച്ചിക്കുമൊക്കെ കൊടുത്തതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ ആകാംക്ഷാഭരിതമായിട്ട്. അതായത് ഇൻ്റർവെല്ലിന് ശേഷമാണ് ഈ സിനിമ കൂടുതൽ ആകാംക്ഷാഭരിതമായിട്ട് മാറുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ പറയുകയാണ്. ഈ സിനിമയുടെ വേറൊരു ദോഷവശം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോട്ടോഗ്രാഫി തന്നെയാണ്. പല സിനിമകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. എന്താണ് ചലച്ചിത്ര ഛായാഗ്രഹണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചലച്ചിത്ര ഛായാഗ്രഹണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ആസ്വാദകൻ്റെ, പ്രേക്ഷകൻ്റെ കണ്ണിന് യാതൊരു തരത്തിലുമുള്ള ആയാസവുമില്ലാതെ കണ്ടിരിക്കുവാനായിട്ട് ഉള്ള ശ്രമങ്ങൾ, അതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള ഷോട്ടുകൾ ക്യാമറമാൻ നമുക്ക് ഒരുക്കി തരണം. അപ്പോൾ മാത്രമാണ് നമുക്ക് അത് കണ്ടിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് മാലാപാർവതിയൊക്കെ വരുന്നുണ്ടെങ്കിലും തുടക്കത്തിലൊന്നും ഇത് മാലാപാർവതിയാണോ, ആരാണ്, എന്താണ് എന്നൊന്നും നമുക്ക് വ്യക്തമാവുന്നില്ല. പിന്നെ മറ്റ് 4 കുട്ടികളുടെ, ചൊക്ലി എന്ന് പറയുന്ന ആളുടെയൊക്കെ മുഖം ഒക്കെ പിന്നീട് ഇൻ്റർവെല്ലിന് ശേഷമാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് ഒരുപക്ഷെ സംവിധായകൻ മനഃപൂർവ്വം, ബോധപൂർവം അങ്ങനെ തന്നെ ഒരുക്കിയതാകാം.
ഒരുക്കിയതാകാം. ഇൻ്റർവെല്ലിന് മുൻപ് ഇവരെല്ലാം ഇരുട്ടത്ത് നിൽക്കുന്ന ആൾക്കാരാകുകയും ഇൻ്റർവെല്ലിന് ശേഷം ഇവർ വെളിച്ചത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തുകൊണ്ട്, എങ്കിൽ പോലും അവരുടെ വിധി മറ്റൊന്നായിരുന്നു. ഇവരുടെയൊക്കെ ഈ ഗുണ്ടകളുടെയൊക്കെ വിധി, ഇവർ വെളിച്ചത്തിലേക്ക് വന്നെങ്കിലും എല്ലാം അവസാനിപ്പിച്ച് തങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല സുരഭിലമായിട്ടുള്ള ഒരു ഭാവി ജീവിതത്തിലേക്ക് പോകണം എന്നുള്ള രീതിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് വിപരീയം സംഭവിക്കുന്നത്. ഇവരെ രണ്ടുപേരെ ഇടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇവർ പോയി തർക്കമുണ്ടാക്കുന്നുണ്ട്. മാലാപാർവതിയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത്, മാലാപാർവതിയുടെ രമചേച്ചിയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് 30 കോടി രൂപ കിട്ടിയിട്ട് ഞങ്ങൾക്ക് 20 ലക്ഷമാണോ ഉള്ളൂ, ഞങ്ങൾക്ക് 3 കോടി വേണം എന്നൊക്കെ പറഞ്ഞ് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഈ രമചേച്ചിയുടെ മകൻ ഇവരെ മർദ്ദിച്ച് അവശരാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രതികാരമായിട്ട് ഇവർ ഈ 4 പേരും ചേർന്ന് ഇയാളെ വേറൊരവസരത്തിൽ മർദ്ദിച്ച് തവിടുപൊടിയാക്കുകയാണ് ചെയ്യുന്നത്. ഇയാളെ ഈ രമചേച്ചിയുടെ മകനെ തവിടുപൊടിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രതികാരം എന്നോണമാണ് ഓരോരുത്തരെയായിട്ട് ഈ 4 പേരിൽ ആദ്യം 2 പേരെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്നു. പിന്നീട് ഈ ഇവരുടെ കൂട്ടത്തിലുള്ള വേറൊരാളെയും കൊല്ലുന്നു. അവസാനം ഒരാൾ മാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തത് അനിയണ്ണൻ്റെ കൂട്ടത്തിലുള്ള സുനിയും രമചേച്ചിയും ഒക്കെ അറിഞ്ഞു തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ഇവർ മധുരയ്ക്ക് പോകുന്ന സമയത്ത്, ഈ പണവുമായിട്ട് അവർ മധുരയ്ക്ക് പോകുന്ന സമയത്ത് ഇവരെ ഫോളോ ചെയ്ത് കുറച്ച് പേർ വരുന്നുണ്ട്. അവരെയൊക്കെ പറഞ്ഞയച്ചതും ഈ അനിയണ്ണൻ്റെ നേതൃത്വത്തിൽ രമചേച്ചിക്ക് വേണ്ടി അനിയണ്ണൻ ചെയ്തു വെച്ച സൂത്രങ്ങളായിരുന്നു ഇതെല്ലാം ഈ ചൊക്ലി പറഞ്ഞ് ഇയാൾ അറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അറിയുകയും അയാൾ കഥാനായകനായിട്ട് വരുന്ന സുരാജ് വെഞ്ഞാറമൂട് വില്ലൻ്റെ വേഷത്തിലേക്ക് വരികയും 4 പേരിൽ ഒരാൾ അവശേഷിക്കുന്ന ഒരാൾ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവസാനം അയാളും ഇതിൽ ചെന്ന് പെട്ട് അയാളെയും ഇവർ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അയാളെയും വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്നത് അറിഞ്ഞതിന് ശേഷം തമിഴ്നാട്ടിലുള്ള 2 പേർ, അപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ അനിയണ്ണൻ എന്ന കഥാപാത്രത്തെ വകവരുത്തുന്നുണ്ട്. പ്രതികാരമായിട്ട് ഇതെല്ലാം പ്രതികാരമായിട്ട് വന്ന് ഈ ചൊക്ലി തന്നെയാണ് വീണ്ടും ഈ കഥാനായകനെ വണ്ടിയിടിപ്പിച്ച് കൊലപ്പെടുത്തുന്നത്. കഥാനായകനെ വണ്ടിയിടിപ്പിച്ച് കൊലപ്പെടുത്തുന്നത് ഈ ചൊക്ലി തന്നെയാണ്. അപ്പം നിന്നോട് പറഞ്ഞതല്ലേ ഈ പരിപാടിക്കൊന്നും ഇറങ്ങണ്ട, നീ രക്ഷപ്പെട്ടു പോയിക്കോ എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഈ രമചേച്ചിക്ക് വേണ്ടി പണം വാങ്ങിച്ച് ഗുണ്ടാപ്പണി ചെയ്യുക, അത് ആരെ വേണമെങ്കിലും കൊല്ലാം, സ്വന്തം അച്ഛനെ വേണമെങ്കിലും പണം കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലും എന്നുള്ളതാണ് ഗുണ്ടാ മാനസികാവസ്ഥയിലേക്ക് മാറിയ ഒരാളുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് ചൊക്ലി ഇയാളെ നായകനെ വകവരുത്തുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞ് തമിഴ്നാട്ടിലുള്ള ആ സുഹൃത്തുക്കൾ വന്ന് ഈ രമചേച്ചിയെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാലാപാർവതിയുടെ രമചേച്ചി തോക്കൊക്കെ എടുത്തെങ്കിലും ഇവർ 2 പേരും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി ഇവരെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് ഇൻ്റർവെല്ലിന് ശേഷം ചടുലമായി സിനിമ, അതാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇൻ്റർവെല്ലിന് ശേഷം ചടുലമാവുകയും ഭംഗിയായിട്ടുള്ള കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക് സിനിമ വരികയും ഒക്കെ ചെയ്തു. തുടക്കത്തിൽ ഈ സിനിമയിൽ ഈ കഥാപാത്രങ്ങളെ ഇരുട്ടത്ത് നിർത്തിയതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാരണം തന്നെ സംവിധായകന് പറയാനുണ്ടാകും. കാരണം അവരെല്ലാവരും ഇരുട്ടത്ത് തന്നെ നിൽക്കേണ്ട ആളുകളാണ്. അവർ വെളിച്ചത്തിലേക്ക് വന്നത് ഇൻ്റർവെല്ലിന് ശേഷമാണ്. ഇത്തരം ചിന്താഗതികളൊക്കെ കൂടിയാണ് ഈ സംവിധായകൻ മുഹമ്മദ് മുസ്തഫ എന്ന മുഹമ്മദ് മുസ്തഫയെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രേമം എന്ന സിനിമയിലെ 3 പേരിൽ ഒരാളായിട്ടാണ് നമ്മൾ മുഹമ്മദ് മുസ്തഫയെ നമ്മൾ കാണുന്നത്. കപ്പേള എന്ന സിനിമയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവനയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്, അദ്ദേഹത്തിന് ഭാവിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, നമുക്ക് പറയുവാനായിട്ട്, ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ നമുക്ക് പറയുവാനായിട്ട് ഉള്ളത്.